ജൂൺ മാസത്തിൽ ആന ചവിട്ടിക്കൊന്ന ആളുകളുടെ എണ്ണം 30 പേരാണ്. 30 പേർ. മാർച്ച് മാസത്തിൽ മാത്രം 32 ആളുകളെ പുള്ളിപ്പുലി കൊന്നിട്ടുണ്ട്. വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചു പോകുന്നവർ അവിടെ കൊണ്ട് തീരുകയാണ്. പക്ഷേ 54,834 ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ബെഡ് റിഡനാണ്. വന്യമൃഗ ആക്രമണങ്ങളാൽ ജീവിത ചലനമറ്റവരായിട്ട്. ഈ 6,61,000-ത്തിലധികം ഏക്കർ വനം, നിത്യഹരിതവനങ്ങൾ വെട്ടിവെളിപ്പിച്ചത് ജനങ്ങളല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ പോളിസിയാണ്. പന്നിയുടെ തേറ്റ കുത്തിയിട്ട് മാത്രം കേരളത്തിൽ ഇന്ന് 134 ആളുകൾ കിടക്കുന്നുണ്ട്. തേറ്റ കുത്തി വയറ് പൊളിച്ചിട്ടും. അങ്ങനെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ട് മരിക്കുന്നവർക്കോ പരിക്ക് പറ്റുന്നവർക്കോ നഷ്ടപരിഹാരം കൊടുക്കാനൊരു നിയമം ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ നിയമമില്ല. കേരളത്തിൽ ഇന്ന് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു സ്ഥലത്ത് പോലും കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തിട്ടില്ല. നമസ്കാരം. നമ്മുടെ കേരളത്തിൽ മാത്രം ഓരോ വർഷവും വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് നൂറുകണക്കിന് പേരാണ്. അത് കാട്ടാനയുടെയും പുലിയുടെയും കടുവയുടെയും ശല്യം മാത്രമേ നമ്മൾ വലുതായി അറിയുന്നുള്ളൂ. പക്ഷേ കാട്ടുപന്നികളുടെ ശല്യം കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു ആക്രമണം കാരണം നിരവധി പേരാണ് ഓരോ വർഷവും കേരളത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത് കേരളത്തിലെ മാത്രം സ്ഥിതിയല്ല, രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതിനെതിരെ ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഒരു ജനകീയ പാർലമെൻറ്റ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ജനകീയ പാർലമെൻറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ PT ജോണാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് ഈ ഒരു ജനകീയ പാർലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 21-ാം തീയതി പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതുകൊണ്ട് 22-ാം തീയതി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഒരു ജനകീയ പാർലമെൻറ്റ് ഞങ്ങൾ വിളിച്ചു ചേർക്കാൻ ശ്രമിച്ചതിൻ്റെ കാര്യം, തൊഴിലെടുത്ത് ജീവിക്കുന്നവൻ, കൃഷി ചെയ്യുന്നവനായാലും അധ്വാനിച്ച് പണിയെടുക്കുന്നവനാണെങ്കിലും അവനൊരു തരത്തിലും ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ വനപ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഭയപ്പാടോടുകൂടി അല്ലാതെ ഒരു രാത്രി വെളുക്കുന്നത് വരെ അവർക്ക് ആദിയും വ്യാധിയുമായിട്ടാണ് ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വനം വകുപ്പും ഉദ്യോഗസ്ഥന്മാരും തീരുമാനിക്കുന്ന തെറ്റായ നടപടികളും നയങ്ങളും കൊണ്ട് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുകയാണ് മനുഷ്യർ. അതിൻ്റെ ഇരകളായി മാറിയിട്ടുള്ളത് ഇന്ന് ഇന്ത്യയിൽ മരിക്കുന്നവർ മരിച്ചു പോകുന്നു. വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചു പോകുന്നവർ അവിടെ കൊണ്ട് തീരുകയാണ്. പക്ഷേ 54,834 ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ബെഡ് റിഡനാണ്. വന്യമൃഗ ആക്രമണങ്ങളാൽ ജീവിത ചലനമറ്റവരായിട്ട് ബെഡ് റിഡനായി കിടക്കുന്ന മനുഷ്യരുണ്ട്. ഒരു വീട്ടിലേക്കുള്ള വരുമാനം അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ഒരു പുലി പിടിച്ചിട്ടോ കടുവ ആക്രമിച്ചിട്ടോ ആന ചവിട്ടിയിട്ടോ കാലൊടിഞ്ഞോ കൈയൊടിഞ്ഞോ തലയ്ക്കോ കഴുത്തിനോ നെഞ്ചിനോ പരിക്ക് പറ്റി കിടക്കുന്നുവെങ്കിൽ, ഈ പറഞ്ഞ പന്നിയായാലും പന്നിയുടെ തേറ്റ കുത്തിയിട്ട് മാത്രം കേരളത്തിൽ ഇന്ന് 134 ആളുകൾ കിടക്കുന്നുണ്ട്. തേറ്റ കുത്തി വയറ് പൊളിച്ചിട്ടും. അങ്ങനെ ഈ മനുഷ്യരുടെ ജീവിതത്തിന് വനം വകുപ്പിന് കൊടുക്കുന്ന പരമാവധി നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 40,000-50,000 രൂപയാണ്. ഇന്നത്തെ ആശുപത്രി ചെലവും ഇങ്ങനെ പരിക്ക് പറ്റുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആ ചികിത്സ നടത്തിക്കൊണ്ടുപോകാൻ ആ വീട്ടിലെ ഭാര്യയും മക്കളും അനുഭവിക്കുന്ന കഷ്ടപ്പാടും, ആ വീട്ടിലേക്ക് 10 രൂപ ഉണ്ടാക്കിക്കൊണ്ടുവന്നവനാണ് ഈ കിടപ്പ് കിടന്നു പോയിട്ടുള്ളത്. അപ്പം ഈ അവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നഷ്ടപരിഹാരം എന്നത് നിയമപരമായി കിട്ടണം എന്നുള്ളതാണ് ഈ പീപ്പിൾസ് പാർലമെൻറ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ട് മരിക്കുന്നവർക്കോ പരിക്ക് പറ്റുന്നവർക്കോ നഷ്ടപരിഹാരം കൊടുക്കാനൊരു നിയമം ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ നിയമമില്ല. അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഓരോ വിഷയത്തിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു തീരുമാനം ജനകീയ രോഷത്തിൻ്റെ തീവ്രത അനുസരിച്ച് കൊടുക്കുന്നു. ഒരു ജോലി കൊടുക്കാമെന്ന് പറയും, 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയും, 5 ലക്ഷം ആദ്യം കൊടുക്കും, മറ്റേത് പിന്നെ ഫോറസ്റ്റുകാരൻ്റെ പുറകെ അവൻ്റെ സൗജന്യത്തിന് വേണ്ടി കാത്ത് നടക്കണം എന്ന് പറഞ്ഞ ഒരു മേഴ്സി എന്ന നിലയിൽ മാത്രമാണ് ഇന്ന് കിട്ടുന്നത്. അതിന് പകരം ഞങ്ങൾ ഈ പാർലമെൻറ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത്, പണ്ട് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് വന്യമൃഗാക്രമണം. ഇന്നതല്ല. ഇന്ന് ഓരോ പ്രദേശത്തും അതീവ ഗുരുതരമായ അവസ്ഥയുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഈ
നിങ്ങൾ യു പിയിലെ ബിജ്നോർ ജില്ലയിൽ മാർച്ച് മാസത്തിൽ മാത്രം 32 ആളുകളെ പുള്ളിപ്പുലി കൊന്നിട്ടുണ്ട്, ലെപ്പേർഡ്സ്. ഒരു മാസത്തിൽ, ഒറ്റ മാസത്തിൽ ഈ ബിജ്നോർ ജില്ലയിൽ യു പിയിൽ 32 ആളുകളെ കൊന്നിട്ടുണ്ട്. ഡാറ്റ എൻ്റെതല്ല, വനം വകുപ്പിൻ്റെ ഡാറ്റയാണ് ഞാനീ പറയണേ. കർണാടകയിലെ ഹാസൻ ചിക്മംഗ്ലൂർ പ്രദേശത്ത് ജൂൺ മാസത്തിൽ ആന ചവിട്ടിക്കൊന്ന ആളുകളുടെ എണ്ണം 30 പേരാണ്. 30 പേർ. ഇതൊക്കെ ഞാൻ പറയുന്നത് തീർച്ചയായും സാർ, ഇതൊരു അവിശ്വസനീയതയോടുകൂടി കേൾക്കാൻ കഴിയും. ഈ തരത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുകയോ പരിക്കുപറ്റി കിടക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലും കഴിഞ്ഞ ആഴ്ച വനം വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു, പുലികളിൽ 30% കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. കടുവ 30% കാട്ടിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് ആ കടുവയുടെ സംരക്ഷണത്തിന് വേണ്ടി കാടിൻ്റെ വ്യാപ്തി വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഒരു പോളിസി. അല്ല, അത് അവിടെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ കടന്നു കയറിയത് കൊണ്ടല്ലേ ഇത്തരം ഒരു ഇത് വന്നത്? പിന്നെ വീണ്ടും അവിടെ വനത്തിൻ്റെ വ്യാപ്തി കൂട്ടുക എന്ന് പറയുന്നത് പ്രായോഗികമാണോ? ഒന്നെന്ന് വെച്ചാൽ മനുഷ്യൻ കടന്നു കയറിയിട്ട് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർന്നതല്ല. അതെനിക്ക് ആദ്യം തെളിയിക്കാം. അതായത് ഇപ്പം ഞാൻ കേരളത്തിലാണല്ലോ. കേരളത്തിൽ 1952 മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് 6,40,000 ഏക്കർ എവർഗ്രീൻ ഫോറസ്റ്റും റെയിൻ ഫോറസ്റ്റും മഴക്കാടുകളും നിത്യഹരിത വനങ്ങളും അടിയോടെ വെട്ടി ക്ലിയർ ഫില്ല് ചെയ്തിട്ടാണ് തേക്ക് പ്ലാന്റേഷൻസ്, യൂക്കാലി പ്ലാന്റേഷൻസ്, ഗ്രാൻഡിസ് പ്ലാന്റേഷൻ, അക്കേഷ്യ പ്ലാന്റേഷൻ, അൽബീസിയ പ്ലാന്റേഷൻ, കോഗോഗ്രാസ് എന്ന് വേണ്ട ലോകത്തിന് എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന അവസാനം മഞ്ഞക്കൊന്ന വരെ സെന്ന എന്ന് പറഞ്ഞ സാധനം വെച്ച് പിടിപ്പിച്ചിട്ട് കാട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും മനുഷ്യൻ ചെയ്തതല്ല. ഇതെല്ലാം ഈ ദുഷ്ടന്മാരായ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ളതാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എവിടെ നിന്നൊക്കെയോ ഏതോ സാർവദേശീയ ശക്തികളുടെ സ്വാധീനത്തിൽ അവരുടെ പണം മേടിക്കാൻ ഇവർക്കെപ്പോഴും ഇൻ്റർനാഷണൽ ഫണ്ടാണ് വേണ്ടത്. അത് WWFൻ്റെ ഫണ്ടായാലും അത് കാർബൺ ക്രെഡിറ്റിൻ്റെ ഫണ്ടായാലും ഇൻ്റർനാഷണൽ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ പുതിയ പുതിയ സാങ്ച്വറികൾ ഉണ്ടാക്കും, പുതിയ പുതിയ നാഷണൽ പാർക്കുകൾ ഉണ്ടാക്കും. അതിന് വേണ്ടി ആണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ 6,61,000 ഏക്കർ വനം, നിത്യഹരിത വനങ്ങൾ വെട്ടിവെളിപ്പിച്ചത് ജനങ്ങളല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ പോളിസിയാണ് കഴിഞ്ഞ കുറേ വർഷം കൊണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ല. CK കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എഴുതിയ നമ്മുടെ വനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഓരോ വർഷത്തെയും ഡാറ്റ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓരോ വർഷവും വനം വകുപ്പ് എത്ര ഹെക്ടർ വനം വെട്ടിവെളിപ്പിച്ച് എന്തെല്ലാം പ്ലാന്റേഷൻസ് ഉണ്ടാക്കി എന്ന് അതിപ്പോഴും തുടരുകയാണ്, നിർത്തിയിട്ടില്ല. അപ്പോൾ ആദ്യം വേണ്ടത് വനം വകുപ്പ് ഈ പ്ലാന്റേഷൻസ് സ്റ്റോപ്പ് ചെയ്യണം. മാത്രമല്ല, കേരളത്തിൽ നിങ്ങളെടുക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ എവിടെയൊക്കെ പ്ലാന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ കാട് വെട്ടി ഒളിപ്പിച്ചിട്ടാണ്. എവിടെയൊക്കെ ഓയിൽ പാം കോർപ്പറേഷൻ പ്ലാന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ കാട് വെട്ടി ഒളിപ്പിച്ചിട്ടാണ്. കേരള വനവികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി, KFDC. അവരുണ്ടാക്കിയിട്ടുള്ള തേയിലത്തോട്ടം എടുത്തോ, അവരുണ്ടാക്കിയിട്ടുള്ള കാപ്പിത്തോട്ടം എടുത്തോ, കുരുമുളക് തോട്ടം എടുത്തോ, അതെല്ലാം കാട് വെട്ടി വെളുപ്പിച്ച് പ്ലാന്റേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ജനങ്ങളാണോ ആവാസ വ്യവസ്ഥ തകർത്തത്, അതോ വനംവകുപ്പാണോ ആവാസ വ്യവസ്ഥ തകർത്തത്? ഞാൻ പറയുന്നത് നമുക്കിത് ഈ ആർഗ്യുമെൻ്റ് നമുക്ക് പറയാനുള്ള സന്ദർഭം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പീപ്പിൾസ് പാർലമെൻറ്റിലൂടെ ഗവൺമെൻറ്റിനോട് പറയുന്നത്, ഞങ്ങളെ കേൾക്കണം, ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം, അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കള്ളത്തരങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് നയങ്ങളും പരിപാടികളും തീരുമാനിക്കുന്നത്. അതുപോരാ, ഞങ്ങളോട്, ആദിവാസികളോട്, തൊഴിലാളികളോട്, കർഷകരോട് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു ഡയലോഗ് സ്പേസ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡൽഹിയിലേക്ക് ഈ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത്. ആ ഡയലോഗിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ഇനി ഇപ്പോഴും ഈ ആവാസ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ആനയ്ക്ക് കുടിക്കാൻ വെള്ളം അവിടെ ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. ഈ വെള്ളമില്ലാതായതും ഭക്ഷണമില്ലാതായതും ഈ മോണോകൾച്ചർ പ്ലാന്റേഷൻ ഈ വനം വകുപ്പ് കൊണ്ടുവന്നത് കൊണ്ടാണ്. അത് മാറ്റിയെടുക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴി എന്താ? 2006 പാസ്സാക്കിയിട്ടുള്ള വനാവകാശ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു, ആദിവാസികളുടെ പരമ്പരാഗത ജ്ഞാനവ്യവസ്ഥയും അവരുടെ സാങ്കേതികതയും
പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാടിൻ്റെ ആവാസ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണം, പാർട്ടിസിപ്പേഷൻ അവരുടെ ഉണ്ടാക്കണം, ഊരുകൂട്ടങ്ങളെ അംഗീകരിക്കണം, അവർക്ക് കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുക്കണം എന്നൊക്കെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞ നിയമം ഒന്നും പാലിക്കാൻ വനംവകുപ്പ് തയ്യാറില്ല. ഇന്ത്യയിൽ ചുരുക്കം സംസ്ഥാനങ്ങൾ ഒഴിച്ച് കേരളത്തിൽ ഇന്ന് വരെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഒരു സ്ഥലത്ത് പോലും കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് നിയമപ്രകാരം അവർക്ക് കൊടുക്കേണ്ട കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുക്കാതിരിക്കുന്നത്? അവർക്ക് അവകാശപ്പെട്ടതാണ്. ആ കമ്മ്യൂണിറ്റി തീരുമാനിക്കും അവിടെ ഒരു കോ എക്സിസ്റ്റൻസ്, വന്യമൃഗങ്ങളും മനുഷ്യരും ഒത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ പ്ലാനും പദ്ധതിയും ഈ ഊരിലുള്ള ആളുകൾക്ക് തീരുമാനിക്കാൻ പറ്റും. അവർക്ക് അങ്ങനെ ശീലിച്ചവരാണ് അവർ. അത് രാഷ്ട്രീയക്കാർക്കൊരു തടസ്സമാവും. അവർ സമ്മതിക്കുന്നില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ തടസ്സപ്പെടുന്നതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് ഈ കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുക്കാത്തത്. അതിനെ തിരിച്ചു പറഞ്ഞൂടെ? കാരണം രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിൽ, രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശപ്രകാരമല്ലേ ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയക്കാരുടെ തന്നെ ഒരു ഭാഗമാണ് ഉന്നത ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശപ്രകാരമല്ലേ അതിൽ തീരുമാനമെടുക്കേണ്ടത്? രാഷ്ട്രീയക്കാരല്ലേ? രാഷ്ട്രീയക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയക്കാർ ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നവരല്ല. പകരം ഈ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് മാത്രം തീരുമാനമെടുക്കുന്നവരായിപ്പോയി. ഇപ്പോൾ കേരളത്തിലെ അനുഭവമാണ്. കേരളത്തിൽ ഈ 2023 ഇപ്പോഴുള്ള വനം മന്ത്രി ഒരു നിയമം പാസാക്കി നിയമസഭയിൽ. റവന്യൂ വകുപ്പ് നൽകിയിട്ടുള്ള പട്ടയങ്ങൾക്കൊന്നും വനം വകുപ്പിന് ബാധകമല്ല. അതായത് ഭൂമിയുടെ അടിസ്ഥാന രേഖ എന്ന് സുപ്രീം കോടതി അംഗീകരിച്ചത് റവന്യൂ പട്ടയങ്ങളാണ്. ആ റവന്യൂ പട്ടയങ്ങൾ റവന്യൂ വകുപ്പ് കൊടുത്തത് വനം വകുപ്പിന് ബാധകമല്ല എന്ന് നിയമം പാസ്സാക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ വരുമ്പോൾ ഈ റവന്യൂ വകുപ്പ് കൊടുത്ത പട്ടയങ്ങൾക്ക് നിയമസാധുതയില്ലാതെ തീരില്ല. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് 2023 കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമമാണ്. അതെന്താണ് തെളിയിക്കുന്നത്? അതായത് ഈ ഇതിനെ ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാ നമ്മുടെ വനമന്ത്രിക്ക്, അതല്ലേ? അതെ, വനമന്ത്രിക്ക് അറിഞ്ഞുകൂടാന്ന് മാത്രമല്ല, അത് പാസാക്കിയ നിയമസഭയും കൂടി ആലോചിക്കും. അതെ, മന്ത്രി മാത്രമാണോ? ആ നിയമം പാസ്സാക്കി വെച്ചിരിക്കുകയാണ്. അതായത് 52 കൊല്ലത്തെ പിൻകാല പ്രാബല്യം കൊടുത്തുകൊണ്ടാണ് നിയമം പാസ്സാക്കിയിരിക്കുന്നത്. കാരണം ഈ 52 കൊല്ലത്തിനും ഉള്ളിൽ ഏതൊക്കെ പട്ടയഭൂമി വനംവകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ടോ അതൊക്കെ സാധൂകരിക്കുക. ഇനി ഏതൊക്കെ പട്ടയഭൂമി വേണമെങ്കിലും അവർക്ക് പിടിച്ചെടുക്കാനുള്ള അധികാരം കിട്ടുക. ഇതാണ് നിയമത്തിലൂടെ. പിൻകാല പ്രാബല്യം കൊടുത്തുകൊണ്ടൊരു നിയമം 2023 പാസ്സാക്കി. മാർച്ച് മാസത്തിലാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ ഗവർണർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. നിയമമായി അത്. ഇത്തരത്തിലുള്ള നിയമം പാസ്സാക്കുന്ന നിയമസഭയും മന്ത്രിയും നിലനിൽക്കുമ്പോൾ മനുഷ്യർക്ക് എന്താ വഴി? എന്താ വഴി? ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം, രണ്ടാമത്തെ സൈഡിൽ അധികാരം ഉപയോഗിച്ച് നിയമസഭകൾ പാസ്സാക്കുന്ന ജനവിരുദ്ധമായ നിയമങ്ങൾ. ജനവിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടാണല്ലോ ഈ കാട്ടുപന്നിയുടെ കാര്യത്തിൽ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അല്ല, അവിടെ ഞാൻ ചോദിച്ചോട്ടെ. അതായത് കാട്ടുപന്നികളുടെ ആക്രമണം കാരണം കേരളത്തിലെ 100 കണക്കിന് ആൾക്കാരാണ് ഒരു വർഷം മരണപ്പെടുന്നത്, അതുപോലെ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നത്. അപ്പോൾ ഈ വെടിവെച്ച് കൊല്ലുന്ന കാട്ടുപന്നികളെ പോലും മണ്ണൊഴിച്ച് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വിഡ്ഢിത്തം വേറെയുണ്ടോ? അത് ജനങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട് പന്നിമാംസം എന്ന് പറയുമ്പോൾ ലോകത്തെ പല രാജ്യങ്ങളിലും, അറബ് രാജ്യങ്ങളിൽ ഒഴിച്ചുള്ള മറ്റെല്ലാ രാജ്യങ്ങളിലും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ജനപ്രീതിയുള്ള ഒരു ഭക്ഷണ വിഭവമാണ്. അപ്പോൾ അത് ജനങ്ങൾക്കത് ഭക്ഷിക്കാനായി വിട്ടുകൊടുത്തുകൂടെ? അത് നല്ലതല്ലേ? അല്ലെങ്കിൽ സർക്കാർ തന്നെ ഒരു ഏജൻസി ഒരു ഇതുണ്ടാക്കിയിട്ട് സർക്കാരിൻ്റെ ഒരു സ്റ്റോറി കൂടെ തന്നെ ഇത് വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു. അല്ല, അതിൻ്റെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊക്കെ ഫ്രെയിം ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥന്മാരാണല്ലോ. ഇവർക്ക് ചരിത്രവും അറിയില്ല, ഇതിൻ്റെ പിൻകാല സംഗതികളൊന്നും നോക്കില്ല. നമ്മുടെ നാട്ടിലെ ആദിവാസികൾ പരമ്പരാഗതമായി അവരുടെ ഏത് ആഘോഷങ്ങൾക്കും, വീട്ടിലെ കല്യാണമായാലും കാതുകുത്തായാലും എന്ത് ആഘോഷങ്ങൾക്കും, കല്യാണ നിശ്ചയമാണ്, എന്തിലും അവർക്ക് നായാട്ടും മീൻപിടുത്തവും ഒഴിച്ചുകൂടാത്തതായിരുന്നു. ആ നായാട്ടിന് അവർ സംഘമായി ചേർന്ന് പോയി നായാടുമ്പോൾ ആ നായാട്ടിൽ അവർ പ്രധാനമായി പിടിച്ചിട്ടുണ്ടായിരുന്നത് പന്നിയാണ്. അവർ അമ്പെയ്ത് പിടിക്കുന്നത് പന്നിയാണ്. പന്നിയെ പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് അവർ തൊലിയുരിഞ്ഞ് വീതം വെക്കുന്ന സമയത്ത് ആരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടോ എല്ലാവർക്കും ഒരു ഓഹരി അവർ കൊടുക്കും. നായാടിന് പോയവരല്ലാത്തവരുണ്ടെങ്കിലും കൊടുക്കും. അത് അവരുടെ ഷെയറിങ് രീതി അങ്ങനെയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ആഹാരത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പന്നിമാംസം, അതും കാട്ടുപന്നിയാണ്, വളർത്തുപന്നിയെപ്പോലല്ല, രുചികരമാണ്, പോഷകാഹാരങ്ങൾ കൂടുതലുള്ളതാണ്.
ഈ നായാട്ട് പൂർണ്ണമായും നിരോധിച്ചതിൻ്റെ ഭവിഷ്യത്തെന്ന് പറയുന്നത് ഈ ആദിവാസി സമൂഹത്തിൻ്റെ ശരീരത്തിനകത്തെ പോഷകാംശങ്ങളുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അവർ പോഷകാംശം ഇല്ലാതാവുകയും സിക്കിൾ സെൽ അനീമിയ ഉൾപ്പെടെയുള്ള രോഗങ്ങളിലേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്യുന്നത് ഈ സംഗതി വന്നതുകൊണ്ടാണ്. ഇപ്പോഴും അവർക്ക് പന്നിയെ വേട്ടയാടാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക് അവരുടെ പാരമ്പര്യമായി അവർ വേട്ടയാടിക്കൊണ്ടിരുന്നവരാണ്. ഈ നിയമം വൈൽഡ് ലൈഫ് ആക്ടുകൾ വന്നതോടുകൂടിയാണ് അത് നിന്നുപോയത്. അത് അനുവദിക്കേണ്ടതാണ്. അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പന്നികളുടെ എണ്ണം ഇതുപോലെ വർദ്ധിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞു പോയതാണ്. നമ്മുടെ നാട്ടിൽ കുറുക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എല്ലായിടത്തും. പക്ഷേ കുറുക്കന്മാരുടെ എണ്ണം കുറഞ്ഞതോടുകൂടി കുറുക്കന്മാർ ഈ പന്നിക്കുഞ്ഞുങ്ങളെ തിന്നുമായിരുന്നു. അല്ല, അവിടെ ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞപ്പോഴാണ് ഈ കുറുക്കൻ്റെ കാര്യം ഞാൻ ഓർത്തത്. കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ കുറുക്കൻ എന്നുള്ള വാക്ക് പോലും ഇപ്പോൾ കേൾക്കാനില്ല. അതെന്തുകൊണ്ടാണ് ഈ കുറുക്കന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കുറുക്കൻ വംശനാശം സംഭവിച്ചതിൻ്റെ പ്രധാന കാരണങ്ങൾ അവിശ്വസനീയമായ രീതിയിലുള്ള പെസ്റ്റിസൈഡും ഹെർബിസൈഡും വീഡിസൈഡും ഫംഗിസൈഡ്സും കൃഷിയിൽ ഉപയോഗിച്ചു വന്നതുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേയുള്ള വിഷാംശങ്ങളാണല്ലോ കാർഷിക മേഖലയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിലൂടെയാണ് ഇവരുടെ വംശനാശത്തിലേക്ക് കൂടുതൽ പോയിട്ടുള്ളത്. ആ കുറുക്കൻ ഉണ്ടായിരുന്ന സമയത്ത് കാട്ടുപന്നികളെ വംശം കുറയായിരുന്നു. കാരണം ഇത് നിങ്ങൾ 15 പന്നി പെറുക എന്ന് പറഞ്ഞതിനെ കേട്ടിട്ടില്ലേ? അതെ അതെ അതെ. അപ്പോൾ ആ പെറ്റ കുഞ്ഞുങ്ങളിൽ കുറേ കുഞ്ഞുങ്ങളെങ്കിലും കുറുക്കൻ തിന്നുമായിരുന്നു. ഇന്നതല്ല സ്ഥിതി. ഒരു പന്നി പെറ്റ പന്നിയുടെ കുഞ്ഞുങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഒരു തള്ളപ്പന്നി പോകുന്നുണ്ട്. ആ തള്ളപ്പന്നിയുടെ കൂടുതൽ ഒരു 15 പന്നി കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടാവും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായി മൾട്ടിപ്ലൈ ചെയ്തു. കേരളത്തിൽ മാത്രമല്ല, മിക്ക സ്ഥലങ്ങളിലും അതങ്ങനെ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വർദ്ധിച്ചത് ഇപ്പോൾ പരിഹാരം എന്ന നിലയിൽ പറഞ്ഞു വേട്ടയാടാൻ അനുവദിച്ചു. അംഗീകൃതമായ ലൈസൻസുള്ള ആളുകളെ നോക്കി വേട്ടയാടിക്കണം. അങ്ങനെ വേട്ടയാടിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്ന പന്നിയെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വലിപ്പമുള്ള കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് പന്നിയെ കൊണ്ട് ഇട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച് അത് കത്തിച്ചിട്ട് മൂടണം. ഇതാണ് വ്യവസ്ഥ. ഇത് മനുഷ്യൻ കഴിക്കാവുന്ന ആഹാരമാണ്, ഭക്ഷണമാണ്. അവർ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ മതി. അതനുവദിക്കുന്നില്ല. ഈ ക്രിമിനലിസത്തിന് കാരണം ഇത് ക്രിമിനൽ മൈൻഡ് അല്ല, വേറെന്താ? അല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാരണം ഉണ്ടാകുന്നത്? എനിക്കറിയില്ല. ഭരണകൂടം ഈ ബ്യൂറോക്രസിയുടെ കൊള്ളരുതായ്മ എന്നല്ലാതെ അതിനെനിക്ക് വർത്തമാനമൊന്നും പറയാനില്ല. ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളരുതായ്മ എന്നല്ലാതെ സമസ്ത അധികാരങ്ങൾ അവരുടെ കയ്യിലിരിക്കുകയല്ലേ. നിങ്ങൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എടുക്കുക. സമസ്ത അധികാരങ്ങൾ അവരുടെ കയ്യിലിരിക്കുകയാണ്. ആ അധികാരങ്ങളും അവകാശങ്ങളും വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ മേൽ കയറി കുതിര കയറുകയാണ്. ആദിവാസികളെ പരമാവധി കാട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. ആദിവാസികളുടെ ഉപജീവനവും അവർക്ക് അവകാശപ്പെട്ട കാടിൽ നിന്ന് അവരെ അടിച്ചിറക്കുകയാണ്. നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്നൊരു പൈസ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പൈസയും മേടിച്ച് പൊക്കോളനാണ് പറയുന്നത്. അവർക്ക് കാടെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. അവിടെ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന ഒരു പോളിസിയുമായി പോകുന്നതിൻ്റെ അതിന് ഇവർ പറയുന്ന ന്യായം എന്ന് വെച്ചാൽ കാട് നശിപ്പിച്ച ഒന്നും ആദിവാസിയല്ല. നിങ്ങളെടുക്ക് കേരളത്തിൽ വനം വകുപ്പ് അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം എടുത്തോ, വനം വകുപ്പ് നശിപ്പിച്ചിടത്തോളം കാടുകൾ നശിപ്പിച്ചത് വേറെ ആരുമല്ല. ഈ പറഞ്ഞ പ്ലാന്റേഷൻസ് മുഴുവൻ മോണോകൾച്ചർ പ്ലാന്റേഷൻസാണ്. എല്ലാ മോണോകൾച്ചർ പ്ലാന്റേഷൻസും ഉണ്ടാക്കിയിട്ടുള്ളത് വനം വകുപ്പാണ്. അത് അവരുടെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ മുഴുവൻ ഇരകളായി മാറിയവർ ആദിവാസികളാണ്. അങ്ങനെ ഇരകളായി മാറിയപ്പോൾ അവർക്ക് ശരീരത്തിന് കിട്ടുന്ന പോഷകാംശം ഇല്ലാണ്ടായി. പോഷകാംശം ഇല്ലാതായപ്പോൾ അവർ സിക്കിൾ സെൽ അരിവാൾ രോഗികളായി മാറി. ആ അരിവാൾ രോഗത്തിലൂടെ പല ഗോത്രങ്ങളും അന്യം നിന്ന് പോവുകയാണ്. പല ഗോത്രങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ രണ്ടായി കാണാൻ ഒക്കില്ല. വനവും വനവാസികളും എന്ന് പറയുന്നത് ഒരേ ചാപ്റ്ററിനകത്ത് കാണേണ്ടതാണ്, ഒരു പരസ്പര ആണ്. അതിന് പകരം വനത്തിനകത്ത് നിന്ന് സമ്പൂർണ്ണമായും വനവാസികളെ അടിച്ച് പുറത്തിറക്കുക എന്ന് പറഞ്ഞൊരു പോളിസി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തുകയാണ്. അത് നടത്തുന്നത് അതിക്രൂരമാണ്.
ഇപ്പോൾ പണ്ട് നിങ്ങൾ എടുത്തു നോക്കിയോ, ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ അവർ പ്ലാന്റേഷൻസ് ഉണ്ടാക്കി കാപ്പിയോ ചായയോ വെച്ച് വരുന്ന ഏരിയ വന്നു കഴിഞ്ഞാൽ ചായയും കാപ്പിയും വെക്കുന്നവർ അവിടെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ മുകളിലോട്ട് പിന്നെ ആദിവാസി കയറിപ്പോയത്. അവരൊരിക്കലും പ്ലാന്റേഷനകത്ത് നിൽക്കാൻ തയ്യാറാവുന്നില്ല. അവർ ഇതിൻ്റെ ഭാഗമാവാനും തയ്യാറാവുന്നില്ല. ഒരു ഹാരിസൺസ് മലയാളം ഏത് കമ്പനിയുടെ നിങ്ങൾ നോക്കിയോ തൊഴിലാളികളുടെ എവിടെയും നിങ്ങൾ ആദിവാസിയെ കാണില്ല. അതൊക്കെ അടിമത്തൊഴിലാളികളായി തമിഴ്നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നവരോ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന തൊഴിലാളികളല്ലാതെ ഈ ആദിമ സമൂഹം ഈ കമ്പനികളുടെ പ്ലാന്റേഷൻസിലെ തൊഴിലാളിയായി നിൽക്കാൻ തയ്യാറല്ല. അവരെപ്പോഴും കാടിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി. അപ്പം നിങ്ങളിവിടെ പ്ലാന്റേഷൻ ഉണ്ടാക്കുമ്പോൾ അവരതിൻ്റെ മുകളിലോട്ട് കയറും. ഇതാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഔദ്യോഗികമായി ഭരണകൂടം ഇവരെ മുഴുവൻ കാട്ടിൽ നിന്ന് പുറത്തിറക്കാനുള്ള പ്ലാനിങ് ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായി നടക്കുന്നു. പരമാവധി ഇറക്കിവിടാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും ഓഫറുകളാണ്. നിങ്ങൾ പോകുമ്പോൾ ഇത്ര പൈസ തരും, പോയിക്കോ. ഇതൊന്നും അവരുടെ കസ്റ്റമറി ലോസാണ്. അവർക്ക് ആ സാമ്പ്രദായിക നിയമങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചല്ല ഈ ആദിവാസി ഗോത്രങ്ങൾ ജീവിക്കുന്നത്. ആ ഭരണഘടനയ്ക്കപ്പുറത്തൊക്കെ അവരുടേതായ സാമ്പ്രദായിക നിയമങ്ങളുണ്ട്. അത് കാട്ടിനകത്തെ ദൈവങ്ങളും കാട്ടിനകത്തെ വിശ്വാസങ്ങളും കാട്ടിനകത്തെ ജീവിതവും എല്ലാം അവരുടെ സർവവുമായി നിൽക്കുന്നതാണ്. ഇതൊന്നും പരിഗണിക്കാതെ അവരെ കാട്ടിൽ നിന്ന് വെളിയിൽ തള്ളുക എന്ന് പറയുന്നത് അതിക്രൂരമായ ഒരു സമീപനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇനിയൊരു മാർഗ്ഗമേ ഉള്ളൂ. സർക്കാർ ഈ കഴിഞ്ഞ 50 കൊല്ലം കൊണ്ട് വെട്ടി വെളുപ്പിച്ച് പ്ലാന്റേഷൻസ് ഉണ്ടാക്കിയ പ്രദേശങ്ങൾ മുഴുവൻ തിരിച്ച് ഫോറസ്റ്റിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതിന് ആദിവാസി സമൂഹങ്ങളെ കൂടെ പിടിക്കുക. അവരെ കൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരുമ്പോൾ പ്രകൃതിക്കും മനുഷ്യനും ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. വനം വകുപ്പിൻ്റെ മുഴുവൻ ആഫീസുകളും കാട്ടിനകത്ത് വേണം. വനം വകുപ്പിനെ കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരാവശ്യമില്ല, പൊതുജനങ്ങൾക്ക് ഒരാവശ്യമില്ല. എന്തിനാ പിന്നെ നിങ്ങളുടെ ആഫീസ് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ നിങ്ങളുടെ ആഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചുകൊണ്ടിരിക്കുന്നത്? കുടുംബം തകർക്കപ്പെടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു, നിത്യരോഗികളായി. അവിശ്വസനീയം. ഒരു ക്ലെയിം ഫയൽ ചെയ്യാനുള്ളൊരു ട്രിബ്യൂണൽ വന്യമൃഗാക്രമണത്തിൽ പരിക്ക് പറ്റുന്നവർക്കും മരിക്കുന്നവർക്കും ഉണ്ടാവണം. വനം നശിപ്പിക്കുന്നതിൽ ആദിവാസികളും സാധാരണ മനുഷ്യരുമാണോ കുറ്റവാളി, അതല്ല വനം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണോ കുറ്റവാളി? ഈ ആദിവാസി സമൂഹത്തെ ഇവർ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ ഒരു മേഖലയല്ല രക്ഷപ്പെടുന്നത്. ഒരുപാട് അവരുടെ ജീവിതം ധന്യമാവുക മാത്രമല്ല, ഒരുപാട് മേഖലയുടെ സുരക്ഷിതത്വം സാധ്യമാകും.